മാലാഖമാരുടെ സംഗീതവും കണ്ണു ചിമ്മുന്ന താരങ്ങളും മണ്ണിലും വിണ്ണിലും ശാന്തി നിറയ്ക്കുന്ന ക്രിസ്മസ് വന്നെത്തി. യേശുവിൽ സ്നേഹമുള്ളവരെ, ഡിസംബർ 25 ലോകമെമ്പാടും ക്രിസ്മസ് ആഘോഷിക്കുന്ന ദിനം. എന്താണ് ക്രിസ്മസ്? ഉണ്ണിയേശുവിൻ്റെ ജന്മദിനം. അതെ, 2000-ലേറെ വർഷങ്ങൾക്ക് മുമ്പ് ബെത്ലഹേമിലെ ഒരു കൊച്ചു കാലിത്തൊഴുത്തിലാണ് മറിയത്തിൻ്റെയും ജോസഫിൻ്റെയും മകനായി ഉണ്ണിയേശു ജനിച്ചത്. മനുഷ്യരക്ഷയ്ക്കായി ദൈവം തൻ്റെ പ്രിയപുത്രനെയാണ് ഭൂമിയിലേക്ക് അയച്ചത്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നാണ് ഉണ്ണിയേശു ജനിച്ചപ്പോൾ മാലാഖമാർ പാടിയത്. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു എന്ന സദ്വാർത്ത കേട്ട് പുൽക്കൂട്ടിൽപ്പെടുന്ന ഉണ്ണിയെ കാണാൻ ആദ്യം വന്നത് ആട്ടിടയന്മാരായിരുന്നു. അവർക്ക് വഴികാട്ടിയായത് വാനിലുദിച്ച ഒരു ദിവ്യ നക്ഷത്രം. നമ്മുടെ വീടുകളിൽ ഒരുക്കുന്ന പുൽക്കൂടിന്റെ ഭംഗിയോ ദൃഢതയോ ഇല്ലാത്ത കാലിത്തൊഴുത്തിലാണ് ലോകരക്ഷകൻ ജനിച്ചത്. ദൈവപുത്രൻ ജനിച്ചത് മണിമേടയിലോ രാജകൊട്ടാരത്തിലോ ആയിരുന്നെങ്കിൽ പാവപ്പെട്ട ആട്ടിടയന്മാർക്ക് അവിടെ ചെന്നെത്താൻ കഴിയുമായിരുന്നില്ല. ഉള്ളവനും ഇല്ലാത്തവനും ഒരുപോലെ വന്നു ചേരാൻ കഴിയുന്ന ഒരിടം, അതാണ് പുൽക്കൂട്. എളിമയുള്ളവരായിരിക്കുക എന്ന വലിയ പാഠമാണ് ഓരോ ക്രിസ്മസും നമ്മെ പഠിപ്പിക്കുന്നത്. ബെത്ലഹേമിലെ ജനനം മുതൽ കാൽവരിക്കുന്നിലെ കുരിശു മരണം വരെ അവർ നടന്നു നീങ്ങിയ എളിമയുടെയും ത്യാഗത്തിന്റെയും പാത പിൻചെല്ലുവാൻ കൂടിയാണ് ഓരോ ക്രിസ്മസും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. വെളുത്ത നീണ്ട താടിയും ചുവന്ന ഉടുപ്പും കണ്ണടിയും വെച്ച് കരോൾഗാനം പാടി കൈനിടയിൽ സമ്മാനവുമായി വരുന്ന സാന്താക്ലോസ് അപ്പൂപ്പനെ കാത്തിരിക്കുകയാണ് നമ്മൾ. ക്രിസ്മസ് വെറും ആഘോഷം മാത്രമല്ല, സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും പങ്കുവയ്ക്കലിന്റെയും കൂടിയാണ്. പരസ്പരം സ്നേഹിക്കുവാനും അവനന്റെ ദുഃഖങ്ങൾ തന്റേതാക്കി മാറ്റുവാനും അവരെ സഹായിക്കാനും കഴിയുമ്പോഴാണ് നമ്മുടെ ഹൃദയമാകുന്ന പുൽക്കൂട്ടിൽ ഉണ്ണിയേശു പിറക്കുന്നത്. പുൽക്കൂട്ടിൽപ്പെടുന്ന ഉണ്ണിയുടെ സ്നേഹവും ത്യാഗവും മനസ്സിൽ സൂക്ഷിച്ച് മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രകാശം പരത്തുന്ന കുഞ്ഞു നക്ഷത്രങ്ങളായി നമുക്ക് മാറാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു.